വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ മട്ടൺ റോസ്റ്റ് കഴിക്കാൻ. വളരെ വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മട്ടൺ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടൺ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. കുക്കറിലൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുത്താൽ മതി. നമ്മൾ 1/2 കിലോ മട്ടനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ചെറുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ചൂടായതിനകത്ത് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഞാനെപ്പോഴും ഇങ്ങനെയുള്ള കറിക്കൊക്കെ പെരിഞ്ജീരകം ഇടാറുണ്ട്. ഓക്കെ, ഈ പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ 2 ബേ ലീഫിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഒന്ന് എണ്ണ ചൂടായി കഴിയുമ്പോൾ തന്നെ ഇത് മുരിഞ്ഞ് വരും. നമ്മുടെ കടുക് പൊട്ടുന്നതിൻ്റെ കൂട്ട് ഇത് ആയി വരുന്നതാണ്. കടുക് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മൂപ്പിച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു മൂത്തൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ആ പച്ചക്കുത്ത് പോലെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് വേണം ആദ്യമേ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കൊച്ചുള്ളി, കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള, പച്ചമുളക്. അപ്പം നമുക്കിത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പ് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടുന്നതാണ്. വേണമെങ്കിൽ മാത്രം ലേശം ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഒരെണ്ണം ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ ഇനി നല്ലപോലെ ഒന്ന് വെന്തിറങ്ങണം. ഇതിവിടെ നല്ല രീതിയൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. അന്നേരം നമുക്ക് ലേശം കുറച്ചും കൂടെ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർക്കാവുന്നതാണ്. അതേപോലെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 3-4 ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നമ്മളെടുക്കുന്ന സ്പൂണിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതിന് വലിയ എരിവില്ല. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ലേശം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗരം മസാല കൂട്ടെല്ലാം കൂടെ വെച്ച് പൊടിപ്പിച്ച് ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാവുന്നതാണ്. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള പരിപാടി. നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളിത് അതായത് മട്ടൻ വെന്തിറങ്ങിയ വെള്ളം ഒരിക്കലും കളയത്തില്ല. വെള്ളം നമ്മൾ ഇതിൽ വെച്ച് തന്നെ നമ്മൾ പറ്റിച്ചെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെന്തിറങ്ങിയ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ആ ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുവാണ്. അപ്പോൾ അതൊന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഞാൻ ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കാൻ സമയമായി. നമുക്ക് മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാണ് എടുത്തത്. പിന്നെ വേണ്ട ഉപ്പെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരുവിധം ഒന്നും ആയിട്ടുണ്ട്. ഈ വെള്ളം മുഴുവനും വറ്റണം. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആരും.
നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടും. ബൈ.